ഹിസ്റ്ററി ബ്രഷ് ടൂളിന്റെ ഉപയോഗമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ഹിസ്റ്ററി ടൂള് ലഭിക്കുന്നതിന് കീബോർഡിൽ Y എന്ന് പ്രസ് ചെയ്യുകയോ ഇവിടെ ഈ ഭാഗം കാണുന്ന ഭാഗത്തു നിന്ന് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യുകയോ ചെയ്യണം. ഇതിനുശേഷം ഇവിടെ ഹിസ്റ്ററി ബ്രഷ് ടൂൾ വർക്ക് ചെയ്യുന്നത് ഒരു ചിത്രത്തിന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് ചിത്രത്തിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഹിസ്റ്ററി ബ്രഷ് ടൂളിലൂടെ സാധിക്കുന്നത്. അതായത് നമ്മളിവിടെ ഒരു ചിത്രം തുറന്നിരിക്കുന്ന അവസ്ഥയിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന് നമുക്ക് വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് കൊടുത്തു എന്ന് കരുതാം. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരു പുതിയ ലെയർ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതേ ലെയറിൽ തന്നെ കളർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കളർ ഞാൻ ഫില്ല് ചെയ്തു. ഇനി ഇപ്പൊ ഈ കളർ ഫില്ല് ചെയ്തിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇതിന്റെ ആദ്യത്തെ രൂപത്തിലുള്ള ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ ഉപയോഗിക്കാം. ആവശ്യമായ രീതിയിൽ ബ്രഷിന്റെ വലുപ്പം സെലക്ട് ചെയ്യാം, ഒപ്പാസിറ്റി സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്മൂത്ത്നെസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ രൂപങ്ങളിലേക്ക് ഇങ്ങനെ വരുന്നതാണ്. കണ്ടോ? ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് ജുവല്ലറികളിലും മറ്റും ചെയ്യുന്ന ചില വർക്കുകൾക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കാം. ജുവല്ലറി പരസ്യങ്ങളിലും മറ്റും ആഭരണങ്ങൾ ഒഴിച്ച് ആഭരണങ്ങൾ മാത്രം ആ കളറിലും ബാക്കി ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും കാണുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ നമ്മൾക്ക് ഈ കാണുന്ന ചിത്രത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നതിന് കീബോർഡിൽ ഷിഫ്റ്റ് കൺട്രോൾ U പ്രസ് ചെയ്തു, അതായത് സാച്ചുറേറ്റ് ചെയ്ത് എന്നർത്ഥം. അതിനുശേഷം നമ്മളിവിടെ എന്താ പറയുക, ഹിസ്റ്ററി ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമായ രീതിയിൽ അതിനെ ചെറുതാക്കിയതിനു ശേഷം ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കേട്ടോ? ഇപ്പൊ ആഭരണം മാത്രമായിട്ട് ആഭരണത്തിന്റെ കളറിലേക്ക് വരുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതായത് ഹിസ്റ്ററി ടൂളിലൂടെ നമ്മൾ ചിത്രത്തിന്റെ ആദ്യ സ്വഭാവം എന്തായിരുന്നോ, ആ തുറക്കുമ്പോഴുണ്ടായിരുന്ന സ്വഭാവം എന്തായിരുന്നോ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത്. എത്ര ലെയർ ഉണ്ടെങ്കിലും ആ ലെയറിലെല്ലാം നമുക്ക് ആ ചിത്രത്തിന്റെ ഏറ്റവും ആദ്യത്തെ രൂപത്തിലുള്ള, അതായത് ബാക്ക്ഗ്രൗണ്ട് രൂപത്തിലുള്ള ചിത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ധാരാളമായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഹിസ്റ്ററി ടൂളിന്റെ ഉപയോഗമില്ലാതെ തന്നെ നമുക്ക് വീണ്ടും വേറൊരു തരത്തിലും ഇത് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമ്മുടെ ആഭരണ ഭാഗം അത്രയും വ്യക്തമായ രീതിയിൽ സെലക്ട് ചെയ്തെടുക്കുക. സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ റിവേഴ്സ് ചെയ്യുക, സെലക്ഷൻ റിവേഴ്സ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് റിവേഴ്സ് ചെയ്യുക. അതിനുശേഷം ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റ്സിൽ സാച്ചുറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീസാച്ചുറേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ സ്വീകരിക്കുക. ഷിഫ്റ്റ് കൺട്രോൾ U അല്ലെങ്കിൽ ഡീസാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇഫക്റ്റ് തിരിച്ചു ലഭിക്കുന്നതാണ്. അതിനുശേഷം കൺട്രോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആഭരണം മാത്രം ആ കളറിൽ കാണാനായിട്ട് സാധിക്കും. ആഭരണത്തിന്റെ സെലക്ഷൻ വ്യക്തമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും നമുക്കിത് ഈ ഇഫക്റ്റ് ലഭിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.